ഹലോ ഗൈസ്, സിമ്പിളായിട്ടൊരു ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മാരിനേഷൻ ഉണ്ടാക്കാം. 1 കപ്പ് തൈര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാൾട്ട് എല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സ്മൂത്തായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതും ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യത്തെ സൈഡ് ഏകദേശം ഒരു 5 to 6 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടാവും. ഈ ചിക്കൻ ഏറ്റവും ബെറ്റർ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇതിൽ തൈരുള്ളത് കൊണ്ട് നല്ലപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇളക്കി അടുത്ത സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത സൈഡും ഏകദേശം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ചിക്കനെ എണ്ണയിൽ നിന്നും മാറ്റി മറ്റൊരു പാനിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഒരു വലിയ സബോള പ്യൂരിയാക്കി അതും അതിലേക്കിട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഡ്രൈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം, ഏലക്ക, പട്ട, ബേ ലീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സ്മെല്ലെല്ലാം പോയി വരുമ്പോൾ നമുക്ക് 2 ടൊമാറ്റോ പ്യൂരിയാക്കി എന്നിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. എണ്ണ തെളിയുന്നവരെ കുക്ക് ചെയ്യാം. നല്ലപോലെ ഡ്രൈ ആക്കിക്കോ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് വെല്ലമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല തിക്കായിട്ടുള്ള കുക്കിംഗ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ തിക്ക് ആൻഡ് റിച്ച് ക്രീമി ഗ്രേവി ആക്കാം. എനിക്ക് ഇത്ര തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര തിക്കായില്ലേ, നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. നമ്മളുടെ കൺസിസ്റ്റൻസി അനുസരിച്ചുകൊണ്ട് ലൂസാക്കി കേട്ടോ. നമ്മളുടെ ഗ്രേവി നല്ല തിക്കായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ സിമ്പിൾ റിച്ച് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വല്ല പൊറോട്ടയുടെ കൂടെയും നാനിൻ്റെ കൂടെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. ഓക്കെ, ഇത് മൊത്തം തീർക്കരുത്, നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അടുത്തൻ്റെ ഒരു വീഡിയോ ഒരു ഫ്യൂഷൻ ഡിഷാണ്, അത് ഞാൻ ഇത് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.